ഇപ്പോൾ വരുന്നൊരു വാർത്ത വളരെ സ്ട്രേഞ്ചായ വാർത്തയാണ്. ഉത്തർപ്രദേശിലെ മീററ്റിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് കാർ ഓടിച്ചു കയറ്റിയ ഒരു സൈനികൻ. പ്ലാറ്റ്ഫോമിലൂടെ ട്രെയിൻ പോകുന്നതിനിടെയാണ് സൈനികൻ കാർ ഓടിച്ച് പ്ലാറ്റ്ഫോമിലോട്ട് കയറ്റിയത്. സൈനികനായ സന്ദീപ് താക്കയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്, അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കണ്ടില്ലേ, ട്രെയിനിൻ്റെ അടുത്ത്, റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് തന്നെ വണ്ടി കിടക്കുന്നത്. വിനീത വിജയ് വിവരങ്ങളുമായി ചേരുന്നു. മദ്യപിച്ചിട്ടാണോ ഈ സൈനികൻ ഇങ്ങനെ വണ്ടി ഓടിച്ച് കയറ്റിയത്? തീർച്ചയായും എസ്കേൻ, മദ്യലഹരിയിലായിരുന്നു ഈ അതിക്രമങ്ങളൊക്കെ അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അത് എത്രത്തോളം ഗൗരവവും ഒപ്പം തന്നെ അത്രത്തോളം ഭീതിപ്പെടുത്തുന്നതുമാണ് ആ ദൃശ്യങ്ങൾ. ആ കാറ് ഇങ്ങനെ പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് ഇടിച്ചു കയറ്റുകയാണ്. ആ കാറിന്റെ മുന്നിലൂടെ ഈ ട്രെയിൻ കടന്നു പോകുന്നൊരു സമയം കൂടിയായിരുന്നു. വലിയൊരു അപകടം തന്നെയാണ് തലനാരിഴയ്ക്ക് ഒഴിവായതെന്ന് തന്നെ പറയാം. ഈ സൈനികനായ സന്ദീപ് ദാക്കയാണ് മദ്യലഹരിയിൽ ഈ ഉത്തർപ്രദേശിലെ മീററ്റ് കാൻഡ് റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. ഈ പ്ലാറ്റ്ഫോമിലേക്ക് കാർ ഇങ്ങനെ ഇടിച്ചു കയറ്റിയിരിക്കുന്നത്. ഏതാണെങ്കിലും ഇദ്ദേഹത്തിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. സന്ദീപ് ദാക്ക എന്ന സൈനിക ഉദ്യോഗസ്ഥരാണ് ഈ പരാക്രമം മുഴുവനും നടത്തിയിരിക്കുന്നത്. ആ കാറ് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ പല ഭാഗങ്ങളും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുന്നതിനിടയിൽ അത് മുട്ടിയിട്ടൊക്കെ ഉണ്ട്. ആ വാഹനം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഒപ്പം ഇടിച്ചു കയറ്റി ഈ ട്രെയിൻ പോകുന്നതിന്റെ തൊട്ട് മുൻപായിട്ടാണ് ഈ വാഹനം ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്നു ഈ സൈനിക ഉദ്യോഗസ്ഥനെന്നാണ് പോലീസ് പറയുന്നത്. ഏതാണെങ്കിലും പോലീസ് ഇപ്പോൾ ഈ സൈനിക ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിട്ടുണ്ട്. സന്ദീപ് ദാക്ക എന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് മദ്യലഹരിയിൽ ഈ ഉത്തർപ്രദേശിലെ മീററ്റ് കാൻഡിലെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കാർ ഇങ്ങനെ ഇടിച്ചു കയറ്റിയിരിക്കുന്നത്. എസ്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.